പെരുന്നാളിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും അഭിന പി ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പെരുന്നാളിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കോഴിക്കോട് നഗരം ഉണർന്നു കഴിഞ്ഞു. SM സ്ട്രീറ്റിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പെരുന്നാൾ ഇങ്ങെത്തി, എന്നാ പിന്നെ മൊഞ്ചൊട്ടും കുറയ്ക്കണ്ട. ആഘോഷങ്ങളുടെ അവസാന പേര് മിഠായി തെരുവ്. ഏതാഘോഷത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അത് മിഠായി തെരുവിലാണ്. ആവശ്യക്കാരോ ഏറെയാണ്. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഒരു സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത രീതിയിലുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കച്ചവടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പെരുന്നാൾ സീസൺ ആയതിനെ കൊണ്ടാണോ? പെരുന്നാൾ സീസൺ ആയതുകൊണ്ടാണ്. കുറച്ച് ദിവസത്തെ കച്ചവടമുള്ളൂ. എക്സാം അതിനെ കൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷം നല്ല കൂട്ടമാണ്. ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ടല്ലോ. നമ്മൾക്ക് ഓൾവേസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി റഷാണ്, നല്ല റഷാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കച്ചവടം കുറഞ്ഞ പരാതി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? എല്ലാ കൊല്ലത്തടി മോശമാണോ? പിന്നെ പറ്റ മോശമല്ലേ. അല്ല പിന്നെ 27-26 ഫുള്ള് ജനമല്ല മിഠായിത്തല്ലി. പൂയിട്ട തൊയ്യാത്ത ജനങ്ങളുണ്ടാവും മിഠായിത്തല്ലി. ഈ പ്രാവശ്യം ജനങ്ങൾ വളരെ കുറവാണ്. കഴിഞ്ഞ ഞായറാഴ്ച മാത്രമല്ല കച്ചവടം കിട്ടി. പിന്നെ കച്ചവടം മോശമാണ്. കനത്ത ചൂട് കാരണം പകൽ സമയങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും ഉച്ച കഴിയുന്നതോടെ ഷോപ്പിങ്ങിനെത്തുന്നവരുടെ വലിയ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. എന്താ പെരുന്നാൾക്ക് എന്താ പരിപാടി? പെരുന്നാളിന് ഈദ്ഗാഹിന് പോകണോ, പിന്നെ ചോറുന്നണോ, കടന്നുറങ്ങണോ, എവിടെയും പോകണോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകണം. എന്തൊക്കെ ഡ്രസ്സ് എടുത്തു? എന്തൊക്കെയാ മേടിച്ചു തന്നെ ഇവിടെ വന്നിട്ട്? 2 വെസ്റ്റേൺ ടോപ്പ് എടുത്തു. വിലക്കുറവുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഡ്രസ്സൊക്കെ കിട്ടി അവിടെ നിന്ന് മിഠായി തെരുവിന്ന്? കുഴപ്പമില്ല. എവിടെ വീട്? എവിടെയാ? പാലാഴി. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഈദ് മുബാറക്ക് അങ്ങ് പറഞ്ഞു. ഈദ് മുബാറക് എവരിവൺ. സീസൺ ആയാൽ ഓഫറുകളുടെ വരവാണ്. പതിവ് തെറ്റിച്ചിട്ടില്ല. പെരുന്നാളായി എന്നെ കൊണ്ട് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാൻ പോകാനൊന്നും കഴിയണില്ല. നല്ല തിരക്കാണ്. നാളെ നാളെ നല്ല തിരക്കുണ്ടാവും. വരുന്നുണ്ട്. നല്ല വരുന്നുണ്ട്. ഓഫറുകൾ എങ്ങനെയാണ്? 2 ടോപ്പൊക്കെ 500 ഉള്ളൂ. 2 ജോഡി ചെരുപ്പൊക്കെ 300. വിഷുവും പെരുന്നാളും ഒന്നിച്ചാലോ, ചില 10-14 ദിവസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഉള്ള ക്രൗഡ് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. കുറച്ച് ആദ്യകാലത്ത് കുറച്ച് മുമ്പിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് ഡിമ്മായിരുന്നു. ഇപ്പോൾ അവസാന സമയത്ത് കുറച്ച് റെഡിയായി വന്നു. എല്ലാവരും വരിക, വലിച്ചു വാരി വാങ്ങുക. ഹസ്ബൻഡ്, പെങ്ങന്മാര്, അനിയത്തി. എന്തൊക്കെയാ വാങ്ങിക്കുന്നത്? ഡ്രസ് എടുക്കണം. അങ്ങനെ പെരുന്നാളല്ലേ. പെരുന്നാളിൽ എന്താ പരിപാടി? പിന്നെ അങ്ങനെയൊന്നുമില്ല, ഗാദറിങ് അതന്നെ. നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഈദ് മുബാറക് ഒന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് പെരുന്നാൾ ആഘോഷിക്കൂ. ഈദ് മുബാറക്. കോഴിക്കോട്ടങ്ങാടിയിൽ കച്ചവടം ജോറാണ്. ഇനി പെരുന്നാളിനുള്ള കാത്തിരിപ്പ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.